അതൊക്കെ ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ കളിച്ച് ഒപ്പിച്ചോളാം. ദിവസവും പത്രം വായിക്കുന്ന ശീലമുള്ളതുകൊണ്ട് പറയാ. ലോകം മുഴുവേ കൊറോണ ആയിട്ട് ഇടങ്ങാറാകുന്നല്ലോ. എന്തേ COVID-19? ചിലതൊക്കെ ഞാക്കും പറയാനുണ്ട്. ഈ അമേരിക്ക തന്നെ ആരായിരുന്നു? ലോകം മുഴുവനെ വിറപ്പിച്ചവര്. എത്ര മനുഷ്യന്മാരെന്നറിയോ ബോംബിട്ട് കൊന്നത്? എത്ര രാജ്യങ്ങളെയാണോ പട്ടിണിയാക്കിയത്? ഇന്ത്യക്കാരുടെ പുച്ചതിനും പുച്ചോ അണ്ണൊരുട്ടി പേടിപ്പിച്ചതാണെങ്കിലും അത് നമുക്ക് പിന്നെ പറയാ. ഇന്ത്യന്റെ മരുന്ന് തന്നെ വേണ്ടി വന്നില്ലേ അമേരിക്കക്ക്? എങ്ങനെ മനുഷ്യന്മാരെ കൊല്ലാന്ന് ചിന്തിക്കാണ്ട് മനുഷ്യന്മാരെ എങ്ങനെ രക്ഷിക്കാൻ നോക്ക് ട്രംപ്. വള്ളക്കാരോടും ചിലത് പറയാനുണ്ട്. ഈ കറുത്ത മനുഷ്യന്മാരെ കാണുമ്പോ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു ഇതുണ്ടല്ലോ, ഏത് പുച്ച, അതങ്ങോട്ടൊക്കെ നിർത്തിക്കളാം. പ്രധാനമന്ത്രിക്ക് അഭിനന്ദനങ്ങളൊക്കെ അറിയിക്കുന്നു. എന്നാലും ചിലത് പറയാണ്ട്. നിങ്ങൾ കേരളത്തിനോട് കാണിക്കുന്ന ഒരു അവഗണന ഉണ്ടല്ലോ, ഇന്ത്യയിലെ പൗരന്മാരോടും ഇങ്ങനെ കാണിക്കുന്ന ഒരു അവഗണന ഉണ്ടല്ലോ, ഇനിയെങ്കിലും അതങ്ങ് മാറ്റി പിടിക്കും. കേരളം തന്നെയാണ്. സർക്കാർ, ആരോഗ്യ പ്രവർത്തകർ, പോലീസ്, പിന്നെ നമ്മളെ നാട്ടുകാരെയും എത്ര അഭിനന്ദിച്ചാലും മതിയാവൂലട്ടോ. വയസ്സായിരുന്നറിയോ ഞങ്ങൾ വീട്ടിൽ നിർത്തണിച്ച്. പിണറായി സർക്കാരിനോടും ചിലത് ഓർമ്മപ്പെടുത്താനുണ്ട് ട്ടോ. പ്രതിപക്ഷം പറയുന്നതും കേട്ടുകൊടുക്കുന്നത് നല്ലതാട്ടോ. ഡാറ്റ എടുത്ത് ഏതോ ഒരു അമേരിക്ക കമ്പനി പോയില്ലേ, ചിലതിലൊക്കെ ചില കരുതലുമാണ്. അമ്പളൊക്കെ പിടിക്കുന്ന നല്ല തന്നെ. ശരിക്ക് കണക്ക് വെച്ച് ചെലവാക്കട്ടോ. ആൾക്കാരോടും ചിലത് പറയാനുണ്ട്. പോലീസും സർക്കാരും ആരോഗ്യ പ്രവർത്തകരും കഷ്ടപ്പെടുന്നത് നമുക്ക് വേണ്ടി തന്നെയാണ്. പേടിക്കണ്ടാന്ന്, ഭീതി വേണ്ട, ജാഗ്രത മതി.